ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, പാലക്കാട് ജില്ലയിൽ നെന്മാറ നിയോജകമണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥിയായി 2026 മെയ് മാസം മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും വോട്ട് TV ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നെന്മാറ നിയോജകമണ്ഡലത്തിൽ 10 പഞ്ചായത്താണ് ഉള്ളത്. 10 പഞ്ചായത്തിൽ തൊഴിലില്ലാതെ നിരവധി ചെറുപ്പക്കാരും വനിതകളും വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദേശത്തും മറ്റും പോകുന്നതാണ്. ഇവിടെ തൊഴിലില്ലാത്ത ഒരു അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ 10 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ 500 ആൾ വെച്ചിട്ട് നെല്ലിയാമ്പതി, നെന്മാറ, അയിലൂര്, പല്ലശ്ശേന, എലവഞ്ചേരി, കൊല്ലംകോട്, പൂനേരം, കൊടുവായൂർ, മുതലമട എന്നീ പഞ്ചായത്തുകൾ, നെല്ലിയാമ്പതി ഉൾപ്പെടെ 10 പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന നെന്മാറ നിയോജകമണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ 500 ആളുകൾക്ക് വീതം തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. അതായത് വിജനമായി കിടക്കുന്ന 5-10 ഏക്കർ സ്ഥലത്ത് ഇൻഡസ്ട്രീസ് ഏരിയയും തുണി മില്ലുകളും കൊണ്ടുവരാനുള്ള പ്ലാൻ നെന്മാറ നിയോജകമണ്ഡലത്തിൽ നടത്തുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് 50 കോടി നീക്കി വെച്ചിട്ടുണ്ട്. 50 കോടി നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടത്തി ആ കേസ് വിജയിച്ച് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നെന്മാറ ആശുപത്രി മെച്ചപ്പെടുത്തൽ, കൊല്ലംകോട് ആശുപത്രി മെച്ചപ്പെടുത്തൽ, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ കൊണ്ടുവരികയും മോർച്ചറിയിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായി പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യില്ല, പാലക്കാടാണ് കൊണ്ടുപോകുന്നത്. അതിനും ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കുകയും നെന്മാറ ആശുപത്രിയിൽ നേരത്തെ 100 ബെഡ് ഉള്ള സ്ഥലത്ത് ഇപ്പോൾ വെറും 10-20 ആളുകൾ മാത്രമാണ് കിടത്തി ചികിത്സയുള്ളത്. കിടത്തി ചികിത്സയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്നും ഒരിക്കൽ കൂടി പറയുന്നു. നേരത്തെ 3 പ്രാവശ്യം പഞ്ചായത്ത് 5 പ്രാവശ്യം മത്സരിക്കുകയും 2 പ്രാവശ്യം വിജയിക്കുകയും 3 പ്രാവശ്യം തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. പോത്തുണ്ടി എന്ന വാർഡിലും മാട്ടായി എന്ന വാർഡിലും മത്സരിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൃഷി എല്ലാം വിട്ടിട്ടാണ് ഈ പദ്ധതികളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കുടിവെള്ളമായാലും ആരോഗ്യമായാലും വിദ്യാഭ്യാസത്തിനായാലും ഒരു ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാം. നമുക്ക് നെന്മാറ നിയോജകമണ്ഡലത്തിൽ ഒരു 56,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ SJC എന്ന പാർട്ടിയാണ്, SJC എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ജനാധിപത്യ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. TV ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് തൊഴിലും വിദ്യാഭ്യാസവും എല്ലാം ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുമെന്ന് നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. പിന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ ഫേസ്ബുക്കുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്. ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് പരിപാടി കണ്ട് ലൈക്ക് അടിച്ച ഷെയർ രേഖപ്പെടുത്തുകയും കമൻറ്റ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്ന് വിനയപുരസ്സരം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.